കൃഷ്ണൻ്റെ പാഞ്ചജന്യത്തിൻ്റെ കഥ അറിയാം. ഗുരു സാന്ദീപനിയിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കൃഷ്ണനും ബലരാമനും ചോദിച്ചു, ഗുരുദേവ, എന്ത് ദക്ഷിണയാണ് ഞങ്ങൾ തരേണ്ടത്? കണ്ണുനീർ തുറച്ചുകൊണ്ട് ഗുരു പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മകൻ സമുദ്രത്തിൽ മുങ്ങി മരിച്ചിരുന്നു. അവനെ എൻ്റെ അടുക്കൽ തിരികെ കൊണ്ടുവരണം. ഒരു മടിയും കൂടാതെ ആ സഹോദരന്മാർ കടലിലേക്ക് പാഞ്ഞു. അവിടെ ഭീമാകാരമായ തിമിംഗലത്തിൻ്റെ പോലെയുള്ള രൂപം സ്വീകരിച്ച പഞ്ചജനൻ എന്ന ഭയാനകനായ ദൈത്യനെ അവർ നേരിട്ടു. കൃഷ്ണൻ ആ രാക്ഷസനെ കൊന്നു. അതിൻ്റെ ശരീരത്തിൽ നിന്നും തിളങ്ങുന്ന ഒരു ശംഖ് പിടിച്ചെടുത്തു. പക്ഷേ ഗുരുവിൻ്റെ മകൻ അവിടെ ഉണ്ടായിരുന്നില്ല. കൃഷ്ണനും ബലരാമനും നരകത്തിലേക്ക് ഇറങ്ങി അവിടെ യമദേവനെ കണ്ട് കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ യമൻ അത് സമ്മതിച്ചില്ല. തുടർന്ന് യമനും കൃഷ്ണനും തമ്മിൽ ഒരു ഘോരയുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഉടൻ തന്നെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ യമനോട് കൽപ്പിച്ചു. അങ്ങനെ കൃഷ്ണൻ കുട്ടിയെ വീണ്ടെടുത്തു. ആ പുണ്യ നിമിഷത്തിൽ കൃഷ്ണൻ പാഞ്ചജന്യത്തെ ചുണ്ടുകളിലേക്ക് അടുപ്പിച്ചു. ആ ശംഖ് ഊതിയപ്പോൾ അതിൻ്റെ ശബ്ദം യുദ്ധത്തിനുള്ള ആഹ്വാനം മാത്രമായിരുന്നില്ല, അത് ഓംകാരമായിരുന്നു. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പ്രപഞ്ച കമ്പനം.